CITU തൊഴിലാളിയെ വധിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം. CITU തൊഴിലാളിയായ കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? വിധിയുടെ വിശദാംശങ്ങൾ. സിജു, 2021 ഒക്ടോബർ 22-നാണ് കാളത്തോട് സ്വദേശിയായിട്ടുള്ള നാച്ചു എന്ന് വിളിക്കുന്ന ഷമീറിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ഇതിലെ പ്രതികളെ സംബന്ധിച്ച് ഈ പ്രതികൾക്കാണ് ഇന്ന് ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപയും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ ജഡ്ജിയായിട്ടുള്ള മിനിമോളാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ വെട്ടുക്കപ്പറമ്പിൽ ഷാജഹാൻ 50 വയസ്സ്, വലിയകത്ത് വീട്ടിൽ ഷബീർ 30 വയസ്സ്, പാരിക്കുന്ന് വീട്ടിൽ അമൽ സ്വാലിഹ് 31 വയസ്സ്, വലിയ കത്ത് ഷിഹാസ് 40 വയസ്സ്, കാട്ടുപറമ്പിൽ നവാസ് 47 വയസ്സ്, പോക്കിക്കാത്ത് വീട്ടിൽ അബൂബക്കർ മകൻ സൈനുദ്ദീൻ 51 വയസ്സ് എന്നിവരെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിലെ ആദ്യ 5 പ്രതികൾക്ക് 5 വർഷത്തെ അധിക തടവ് കൂടി ശിക്ഷിച്ചിട്ടുണ്ട്. 2021 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിനകത്ത് വലിയ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികൾ വലിയ രീതിയിൽ, അതായത് ട്രയൽ നടക്കുന്ന സമയത്ത് സാക്ഷികൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. 68ഓളം സാക്ഷികളെ വിസ്തരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. അവർക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിധിച്ചിരുന്നത്. ഈ സാക്ഷികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് സാക്ഷികൾ ഈ പറയുന്ന പ്രതികൾക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പ്രതികൾ തൃശ്ശൂർ ജില്ലയിൽ കോടതി വ്യവഹാരത്തിനല്ലാതെ തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നൊരു വിധി പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ CITU തൊഴിലാളിയെ 2021 ഒക്ടോബർ 22-ാം തീയതിയാണ് കൊലപ്പെടുത്തിയത്. ആ പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപയുടെ പിഴയും ശിക്ഷിച്ചിരിക്കുന്നത്. സിജു, ശരത്ത്, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ എല്ലാ പ്രതികളും, അതായത് 5 പ്രതികളാണ് ഉള്ളത്. 5 പ്രതികൾക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. വളരെ കരുതിക്കൂട്ടി, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അറിവോടുകൂടി നടത്തിയ ഒരു കൊലപാതകം, അതിൻ്റെ നേതൃത്വത്തിന് പങ്കുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നോ? സിജു, ഈ പ്രതികളെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകരാണ്. ഇവരുടെ പ്രത്യേകത, ഇവർ ഈ ഷമീറിൻ്റെ പരിസരവാസികൾ കൂടിയാണ്, കാളത്തോട് സ്വദേശികൾ കൂടിയാണ് പ്രതികളെല്ലാവരും. സ്വാഭാവികമായിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ അറിവോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന് തന്നെയായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഴുവൻ പ്രവർത്തകരും, ഈ കോടതി കണ്ടെത്തിയ മുഴുവൻ പ്രവർത്തകരും കൃതികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. സിജു, ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. CITU തൊഴിലാളിയെ വധിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം, CITU തൊഴിലാളിയായ കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.